കണ്ടില്ലേ? ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പം കുറേ ലീഗുകാരും കുറേ കോൺഗ്രസ്സുകാരും വന്നിട്ട് തെറി വിളിക്കുകയാണ്. അവൻ അപകടം നടത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. അലക്ഷ്യമായി വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി ഓടിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ചെക്കൻ. ഞാൻ ചോദിക്കട്ടെ, അവൻ എന്തെങ്കിലും കൊലക്കേസിലെ പ്രതി വല്ലതും ആണോ ആ ചെക്കൻ? അല്ലല്ലോ. ഇവിടെ ചെറിയ 1.5 വയസ്സായ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് സിഗരറ്റ് വെച്ച് കുത്തിക്കൊന്ന്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊലയ്ക്കൊത്ത് കൊടുത്തവനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്ന പോലീസ് ഈ ചെറുക്കനെ എങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവനേരെ ചാർത്തിയിരിക്കുന്നത് കേസ് എന്താണെന്നറിയോ? അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു പൊതുസ്ഥലത്ത്, രണ്ടാമത് അനുമതിയില്ലാതെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തെന്നാണ് പറയുന്നത്. അനുമതിയില്ലാതെ എങ്ങനെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യും? സതീശനല്ലേ അനുമതി കൊടുത്തത്? കുട്ടികളല്ലേ അവർ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരാ അനുമതി കൊടുത്തത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനല്ലേ അനുമതി കൊടുത്തത്? അപ്പോൾ ആ ചേർക്കാൻ തെറ്റുകാരനാണോ? അപകടകരമായ നിലയിലേക്ക് വണ്ടി ഓടിക്കാനും വണ്ടി മോഡിഫൈ ചെയ്യാനും എല്ലാത്തിനും അനുമതി കൊടുത്തിട്ട് ഇങ്ങനെ പോലീസ് തൂക്കിയെടുത്തിട്ട് പോയിട്ട് അടിക്കാനൊക്കെ ഉള്ള ഇതെന്താണ്? ഇവിടെ കൊല ചെയ്യുന്നവന്മാരെ പോലും ഇത്തരം സംരക്ഷിച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്, നാട്ടുകാരുടെ ഇടയിൽ നിന്ന് സംരക്ഷിച്ചിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പറയും എന്നെ തെറി വിളിച്ച ലീഗുകാരന്മാരും കോൺഗ്രസ്സുകാരന്മാരും ഇതിന് മറുപടി ഇതാ. ഇതെന്താണ്? അനുമതി കൊടുത്തത് ആരാണ്? വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തത് ആരാണ്? മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന VD സതീശനല്ലേ? അപ്പോൾ പിള്ളേർ ചെയ്യും. ചെറിയ കുട്ടികളല്ലേ, ഓരോടെ ആഗ്രഹങ്ങളല്ലേ, ഓര് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് കൊണച്ചല്ലോ. എന്താ ഇപ്പം കൊണയ്ക്കുമ്പോൾ എന്താ പ്രശ്നം? പിള്ളേരാണ്, അവന്മാർ വണ്ടി മോഡിഫൈ ചെയ്യും, വണ്ടി ഒന്ന് റോട്ടിലൂടെയൊക്കെ ഇട്ട് ഓടിക്കും, റേസ് ചെയ്യും. അതൊക്കെ പതിവ് തന്നെയാണ്. അപകടകരമായ നിലയിൽ വണ്ടി ഓടിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. അപ്പം എന്തിനാണ് ഈ നാടകങ്ങൾ കാണിച്ചത്? പറയ്, എന്തിൻ്റെ പോലാണ് ഈ നാടകങ്ങൾ കാണിച്ചത്? ഈ ചെറുക്കനെ ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് പോയിട്ട് ഒരു പോലീസുകാരൻ വന്ന് വീഴുകയാണ്. വീണിട്ട് അവനെ എടുത്തിട്ട് അവനെ അടിക്കുകയാണ്. ഇവൻ വീഴുന്നതിന് അവനെ അടിക്കുകയാണ്. ഇതിന് ന്യായീകരിക്കുകയാണ് കുറേ ആൾക്കാർ. ഇതിനൊക്കെ അനുമതി കൊടുത്തത് ആരാണെന്ന് പറ. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഈ വണ്ടി മോഡിഫൈ ചെയ്യാനും ഇങ്ങനെ കളർ മാറ്റാനും മറ്റേനും എല്ലാത്തിനും അനുമതി കൊടുത്തതാരും? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടതും ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് ഏരിയല്ലേ? ഈ ചെക്കനെയാണോ? പറ. അതിന് വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമല്ലടാ. നിങ്ങൾ പോയിട്ട് നിങ്ങളെ മുഖ്യമന്ത്രിനെ തെറി വിളിക്ക്. മുഖ്യമന്ത്രിയാണ് അനുമതി കൊടുത്തത്. അയാൾ അനുമതി കൊടുത്തതിൻ്റെ പേരിലാണ് ആ ചെക്കൻ വണ്ടി ഇങ്ങനെ ഇട്ട് ഓടിക്കാനും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അയാളെയാണ് തെറി വിളിക്കേണ്ടത്. മനസ്സിലായ? എന്നെ അല്ല.